ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കായ്ത്തോരൻ തയ്യാറാക്കിയാലോ? അതിനായി ഒരു ഇടത്തരം 4 കായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചെറുതായി അരിഞ്ഞ സവാളയും കൂടി നമുക്കെടുക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ച കായ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം കായ വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കായ വേവിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കായ ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി അരമുറി ചിരകിയ നാളികേരത്തിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് തത്തിപ്പൊത്തി അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ ഇവിടെ റെഡി.